എവിടെ പഠിക്കണേ? ജാമിയ സൽഫി. ഈ മാവ് നിങ്ങൾ കണ്ടില്ലേ? ഇത്ര ഈ മാവ് നിങ്ങൾ വേറെ എവിടെയും കണ്ടോ? ഇത്ര മാവ് എവിടെയും കണ്ടില്ലല്ലോ. ഇത് ചെറിയ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. നാട്ടുമാങ്ങ പറഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി മാങ്ങ തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മാങ്ങയുണ്ടാവും. ഇത് വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ മാങ്ങ. ഇതിൻ്റെ മൂപ്പായ മാങ്ങ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഈ വലുപ്പമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല മധുരമായിരിക്കും, ടോപ്പ് മധുരമായിരിക്കും. ചെറിയൊരു അണ്ടി ഉണ്ടാവും. അണ്ടീൻ്റെ അടുത്ത് ആരൊന്നും ഉണ്ടാവും. ആരില്ലാത്തൊരു മാങ്ങ ഇതിന് ആരുണ്ടാവും. ആ അണ്ടീൻ്റെ അടുത്തോട്ട് മുഴുവൻ ഊമ്പി എടുത്ത് കഴിഞ്ഞാൽ പോലും ചെത്തിയെടുത്താൽ അണ്ടി ചെറിയൊരു അണ്ടി ഉണ്ടാവുള്ളൂ. നല്ലൊരു ഇനം മാങ്ങ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു മാവ് കണ്ടിടുന്ന് നിങ്ങളെ തുണക്കാരോടൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി മാവാണ്, ചക്കരക്കുട്ടി മാവാണ് കേട്ടോ. ഈ മാവിനെ ഞാൻ കണ്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ കയറിയ ഒരു മാവിൻ്റെ തൈ എടുക്കാൻ പോയതായിരുന്നു. അവിടുന്ന് ഒരു മാങ്ങ തിന്ന് നല്ല മൂത്ത മാങ്ങ, പഴുത്ത മാങ്ങ അതിൻ്റെ മുകളിലില്ല. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ വേണ്ട, നല്ല മൂത്ത മാങ്ങ കിട്ടിയാലും നല്ല മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ തിന്ന് നോക്കിയപ്പോൾ മധുരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ആ മാങ്ങ നമ്മൾ കാണുന്ന നാട്ടുമാങ്ങൻ്റെ മാതിരിയല്ല. നാട്ടുമാങ്ങ പൊതുവേ മാങ്ങക്ക് ഒരു പുളിപ്പ് കൂടുതലുണ്ടാവും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള മാങ്ങയുണ്ട്, പുളിപ്പുള്ള മാങ്ങയുണ്ട്, പല ഇനങ്ങളുണ്ട്. നാട്ടുമാങ്ങയിൽ ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ. അതിനൊക്കെ വ്യത്യസ്തമാണ് ഈ ചക്കരക്കുട്ടി മാങ്ങ. ഈ മാങ്ങക്കുള്ള അതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പം കുറേ മാങ്ങ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സംശയം നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം. ആർക്കും വന്ന് കാണാൻ കഴിയും ഏതാണ് ചക്കരക്കുട്ടി എന്ന് എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയും. അതിനകത്തുള്ള മാങ്ങ ഇവിടെയും താഴത്തായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ട്. 2-3 മാവിൻ്റെ മുകളിലായിട്ട് ഇപ്രാവശ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയും. ഇതേണ്ടില്ല മാങ്ങ. ഇതിനേക്കാൾ ഒന്നുകൂടെയൊക്കെ വലുതാവും. ഇവിടെ ഒന്ന് പറിച്ച് വെച്ചുണ്ട്. ഇതിപ്പോൾ ശരിക്കും മൂപ്പായ മാങ്ങ. അത് ശരിക്കും മൂപ്പായാണ്. ഇതിപ്പോൾ ഇതിൻ്റെ കറ ഉണ്ടല്ലേ, ഇതാണ് അത് ശരിക്കും മൂപ്പായൊരു മാങ്ങയാണ്. ഇതിൻ്റെ മുകളിൽ ഇപ്പം ചെറിയ മാങ്ങകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു മാവയുടെ താഴത്ത് പൂത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മാങ്ങ ഉള്ള ഒരു അനുഭവം ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തന്നെ വീട്ടുമുറ്റത്ത് ചെയ്യാൻ കഴിയും. ഇതൊരു ബാരലാണ് കേട്ടോ. കണ്ടില്ലേ, ബാരലാണ്. അതുകൊണ്ടായി നിലത്ത് കണ്ടില്ല. ഇവിടെയൊക്കെ തന്നെ മാങ്ങ കണ്ടില്ലേ, ബാരലാണ്. ഒരു ബാരലിൽ ഇതുപോലൊരു മാവൊക്കെ വെച്ച്, അതുപോലെ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് മണ്ണ് ഒക്കെ ഉള്ള കൂടുതൽ ഭൂമിയുള്ള ആളാണെങ്കിൽ അത് നന്നായിട്ടൊരു മാവ് മണ്ണിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. മണ്ണിലൊക്കെ വെച്ച് നന്നായിട്ട് മാങ്ങ ഉണ്ടാക്കിയെടുത്ത് ഇത്തരമൊരു മാങ്ങനെ പരിചയപ്പെടുത്തി നമ്മളെ കുട്ടികൾക്കൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. ഒരു കാലത്ത് നമ്മളൊക്കെ ഒരു 60 വയസ്സിൻ്റെ ഒക്കെ മുകളിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടുമാങ്ങ എന്ന് പറഞ്ഞാൽ അവരിഷ്ടംപോലെ തിന്നിട്ടുണ്ടാവും. നന്നായിട്ട് ഉടച്ച് ഊമ്പി തിന്നിരുന്ന ഒരു കാലമുണ്ട്. ആ കാലമൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞപ്പോൾ നാട്ടുമാങ്ങ കിട്ടാനില്ല. നാട്ടുമാവ് നമ്മുടെ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം മാവുകൾ, അതിനേക്കാൾ നല്ല മാവുകളെ തിരിച്ചു കൊണ്ടുവരിക, നാട്ടുമാവിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു ചിന്ത കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ മാങ്ങയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് താഴത്തും ഇതുപോലെ തന്നെ ബാരലിൽ നന്നായിട്ട് മാങ്ങയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാവിനെ നമ്മളിങ്ങനെ ഒരു പരിചയപ്പെടുത്തലാണ്. ഇതൊക്കെ ഒരു ഗാർഡനിൽ പോലും ഇത് സെറ്റ് ചെയ്യാം. ഗാർഡൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലൊരു മാവ് കൊടുത്താൽ ഒരു ഭംഗിയുള്ള, ഇതൊക്കെ ശരിക്കും റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. കാരണം ഇത് പ്രൂണിംഗ് ഒക്കെ നടത്തി നല്ല ഭംഗിയിലൊരു മാവിനെ കൊണ്ടുവരാം. എന്താണെങ്കിലും മാങ്ങ ഉണ്ടാവുക എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കാണാൻ കഴിയുമല്ലോ. ഇങ്ങനെ മാങ്ങ ഉണ്ടായാൽ പോരെ, നന്നായിട്ട് മാങ്ങ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. അപ്പോൾ അത് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്താണെന്ന് വെച്ചാൽ നന്നാക്കി മാങ്ങ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, ഇതങ്ങനെ സൂര്യപ്രകാശം ഒന്നും കിട്ടുന്ന സ്ഥലമല്ല. ഈ ഉച്ച സമയത്ത് പോലും ഇതിൻ്റെ ഒരു വെയിൽ കിട്ടാവുന്നൊരവസ്ഥ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മാവുകളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ട കൊണ്ടുപോകാൻ കഴിയും. ചക്കരക്കുട്ടീൻ്റെ നല്ല തൈകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇത്തരമൊരു മാവ് ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഇത് പൂക്കും, മാങ്ങ ഉണ്ടാവും, മാങ്ങ കാണാൻ കഴിയും. അതിനേക്കാളൊക്കെ ഉപരി വന്ന് ഏതാളുകൾക്കൊരു സന്തോഷകരമായ പഴം, കുറച്ച് നന്നായിട്ട് പ്രായമുള്ള ആളുകൾക്ക് എന്താ പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നൊരു മാവിനെ വീണ്ടും തിരിച്ചു വന്നുള്ള സന്തോഷം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത്ര ചെറിയ മാങ്ങ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ, അച്ഛനൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള മാങ്ങ ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊക്കെ തന്നെ മനസ്സിലാക്കാനും പരിചയപ്പെടാനും കഴിയും. ഈ മാവിൻ്റെ മുകളിൽ മുട്ടായി വരുന്ന സമയത്ത് നമ്മളൊരു വിവേറിയ സ്പ്രേ ചെയ്താൽ കീടങ്ങളൊന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ അത് പിന്നെ പൂ വിരിയൽ തുടങ്ങും. പൂ വിരിയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ മുകളിൽ ഒരു മരുന്ന് കൊടുക്കരുത്, ഒരു കീടനാശിനിയും അതിനെ ഉപയോഗിക്കരുത്.
വിരിഞ്ഞ് കഴിഞ്ഞ് ചെറിയ ഉണ്ണിമാങ്ങ കാണുന്നതോട് കൂടി ഒന്നും കൂടിയും വിവേറിയ തന്നെ സ്പ്രേ ചെയ്താൽ കൂടുതൽ മാങ്ങകൾ ഉണ്ടാകുന്നതായിട്ടാണ് അനുഭവം. അത് ഞങ്ങൾക്ക് മാത്രമുള്ള അനുഭവമല്ല, പല ആളുകൾക്കുള്ള അനുഭവമാണ്. അത് ആർക്കും പരീക്ഷിക്കാവുന്നതാണ്, അതിൻ്റെ വിജയം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ആർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, അതിൻ്റെ വിജയം നമുക്ക് കാണാൻ കഴിയും. വിവേറിയാണ് അതിന് നമ്മൾക്ക് ജൈവ കീടനാശിനി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇത് പൂത്ത് കഴിയുന്നതോട് കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാവിന് നന കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. മാവിന് കൂടുതൽ നന കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞാൽ കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ പരാഗണം നടക്കും, കൂടുതൽ മാങ്ങയിലേക്ക് വരും. അപ്പോൾ അതുവരെ മാങ്ങയ്ക്ക് ചട്ടിയിലൊക്കെ വെച്ചാണെന്ന് വെച്ചാൽ എന്നും അതിന് നന വേണ്ടി വരും. പക്ഷെ മണ്ണിൽ വെച്ച സാധനത്ത് ആണെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ മാവിന് നമ്മൾ ആ തുലാമാസമൊക്കെ കഴിഞ്ഞ് തുലാമഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന ഒഴിവാക്കിക്കൊണ്ട് മാവ് പൂക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കലാണ് വേണ്ടത്. മാവ് പൂക്കുന്നതോട് കൂടി തന്നെ അതിന് നന കൊടുക്കും കൂടി വേണം കേട്ടോ. അങ്ങനെ ചെയ്താൽ ഏറ്റവും കൂടുതൽ മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും, നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനും കഴിയും. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ 100-ൽ കൂടുതൽ ഇനങ്ങൾ മാവുകൾ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ഇനം മാവുകൾ തന്നെ പറയാം, കാരണം ഇതിലില്ലാത്ത മാവ് ഏതെന്ന് ചോദിച്ചാൽ വളരെ അപൂർവ മാവുകളെ ഇല്ലാത്തുള്ളൂ. എല്ലാവിധ മാവുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്തരം മാവുകൾ, അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ എല്ലാവിധ വെറൈറ്റികളും, റംബൂട്ടാൻ്റെ ഓങ്ക്രോണിൻ്റെ സാധനങ്ങൾ, ഓങ്ക്രോൺ ഉൽപ്പാദിപ്പിച്ച എല്ലാ ഇനം സാധനങ്ങളും ഞങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏത് സാധനം ചോദിച്ചാലും ഇല്ല എന്ന് പറയേണ്ട ഒരവസ്ഥ ഞങ്ങളിലില്ല. അപ്പോൾ അതുകൊണ്ട് തെങ്ങിൻ തൈൻ്റെ എല്ലാ ഇനം തെങ്ങിൻ തൈ, ഇപ്പം ഗ്രീൻ നേഴ്സറിൻ്റെ തെങ്ങിൻ തൈൻ്റെ ഒരുപാട് ഇനങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നന്നായിട്ട് വിൽപ്പനയുള്ള സാധനം കേട്ടോ. ഇപ്പം രാമഗംഗ കഴിഞ്ഞ് ഞങ്ങൾ രാമഗംഗ വീണ്ടും ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഏത് വേണോ അതെല്ലാം തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പർ 8078-160-440 ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും കൃത്യമായ വിവരം കിട്ടും, ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സാധനങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ വീട് വെച്ചാൽ ആ വീടിൻ്റെ മുറ്റത്തേക്ക് ആദ്യമായി താമസിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുപോയി നടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ കഴിയും എന്ന് ഉറപ്പിച്ചിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രം.